ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ള പഫ്സ് പോളയുമായിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു 3 ഉള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് സോയാ സോസ്, ടൊമാറ്റോ സോസ്, മഞ്ഞൾപ്പൊടി. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി അതിൽ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായി ഫ്രൈ ആയി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പഫ്സ് പോള തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: നേരത്തെ തയ്യാറാക്കിയ മസാല, അതുപോലെ ബ്രെഡ്, സൈഡ് കളഞ്ഞ ബ്രെഡ് ക്രംസ്, പുഴുങ്ങിയ മുട്ട, 3 മുട്ട പൊട്ടിച്ച് വെച്ചത്, പിന്നെ 1/2 കപ്പ് പാൽ. നേരത്തെ പൊട്ടിച്ച് വെച്ച മുട്ടയിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഗീ ഒഴിച്ച് നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സിൽ ബ്രെഡ് ഡിപ്പ് ചെയ്ത് കൊടുത്ത് ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് ബ്രഷ് ചെയ്ത് കൊടുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം.
ഇനി നേരത്തെ ചെയ്തതുപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്ത ബ്രെഡ് വെച്ച് കവർ ചെയ്തെടുക്കാം. ഇനി ഫോർക്ക് കൊണ്ട് സൈഡൊക്കെ നന്നായി പ്രസ് ചെയ്ത് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ പഫ്സ് പോള ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിനൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഫ്സ് പോള ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു വിഭവമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ വെറൈറ്റി വിഭവങ്ങളുടെ ഈസി റെസിപ്പി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. താങ്ക്